അല്ല, ഈ ബഷോവിൻ്റെ ഈ ആരോപണം നിങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഉടൻ തന്നെ ഞാനത് അയാളെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിട്ട് അദ്ദേഹം പുറത്താക്കി. സസ്പെൻഷൻ അല്ല, അല്ല പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം, അദ്ദേഹത്തിന് വേറെ സ്ഥാനം നമ്മൾ സസ്പെൻഡ് ചെയ്യാനില്ല. മുനിസിപ്പാലിറ്റി കൗൺസിലേ ഉള്ളൂ, അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, സ്വയം ചെയ്യാം. അപ്പോൾ പാർട്ടിക്ക് നമുക്ക് എന്താ ചെയ്യുക, അതിൽ അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം പുറത്താക്കുക, അതാണ് ചെയ്യുക. ഈ കൗൺസിലർ എന്നുള്ള സ്ഥാനത്ത് തന്നെ തുടരുമോ? അത് എനിക്ക് പറയാൻ പറ്റത്തില്ലോ. അയാൾക്ക് അതിപ്പോൾ നമ്മൾ കൗൺസിലറാണ്, മര്യാദയ്ക്ക് അവർ ധാർമ്മികത കണ്ട് രാജിവെക്കാവാണെങ്കിൽ അത് അയാൾ തീരുമാനിക്കട്ടെ. പക്ഷേ എന്തായാലും നമ്മൾ ആദ്യം ഇനി ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുപോലെ അന്വേഷിക്കുമല്ലോ, അതിനെന്താണെന്നുള്ള ഒരു പരാതി ഞങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പോയിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് പുറത്താക്കുകയും അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ച് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്നും കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ട് ബാക്കി തുടർ നടപടി വെച്ചാൽ വീണ്ടും ഞങ്ങൾ പറ്റുമെങ്കിൽ പുറത്താക്കിയുള്ള ഞങ്ങൾ സമ്മർദ്ദം ചെയ്ത് രാജിവെക്കുന്നു പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങനെയാണ് ചെയ്യും. അല്ല, ഇപ്പോൾ ഈ രാഹുലിന്റെ വിഷയത്തിലും സമാനമായിട്ടായിരുന്നല്ലോ. അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറാനൊന്നും പറയുന്നില്ല, പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഈ കൗൺസിലറായിട്ട് തുടരുമ്പോൾ അത് ഈ പാലക്കാട്ടെ വോട്ടർമാരും അവരൊക്കെ ഒരു സ്ത്രീകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഇല്ല, എനിക്ക് എങ്ങനെ പുറത്താക്കാൻ കഴിയും? രാജിവെക്കാൻ ആവശ്യമില്ല. ഇല്ല, ഈ ആദ്യം അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് സംഘടന പുറത്താക്കിയാൽ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ കൗൺസിൽ രാജിവെക്കുക പറയാം, അല്ലേ? സംഘടന പുറത്താക്കാത്ത ഒരാളെ ആണെങ്കിൽ രാജിവെക്കാൻ പറയാം. പക്ഷെ പുറത്താക്കിയ ആളുടെ എനിക്ക് പറയാൻ കഴിയില്ല. തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചോ, തനിക്ക് തൻ്റെ പേരിൽ എൻ്റെ അധികാരം പോയി. എല്ലാവരും അന്വേഷിച്ച് തന്നെ ചെയ്യുന്നു. ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വരുന്നത് പാർട്ടിക്ക് ഒരു പ്രതിസന്ധി അല്ലേ? എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ദാവ് ഇല്ലാണ്ടിരിക്കും, ഞാൻ അതിനെക്കുറിച്ച് യഥാർത്ഥ അന്വേഷിച്ചില്ല. പക്ഷേ ഈ സമയത്ത് പലതും കയറി വരികയാണല്ലോ ന്യൂസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കുമോ, ഇത് ചെയ്യുമോ? അതെന്താവട്ടെ, ഇതിന് ഞങ്ങൾ പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഈ മീഡിയ എന്നിലൂടെയാണ് ഈ കാര്യം അറിയുന്നത്. അല്ലാതെ ആരും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുകയോ എടുക്കുന്നു ഈ നേരം വരെ ചെയ്തിട്ടില്ല. മറ്റു പാർട്ടികളുടെ പരാതി അന്വേഷിച്ച് അവരുടേത് അന്വേഷിച്ച് കഴിയും. നമ്മളൊന്നും ചെയ്തില്ല, കേട്ടത് ഉടൻ അവനെ വെളിയിലാക്കി. BJP ഒക്കെ ശക്തമായി ഒരു ഞാൻ ഈ ധാർമ്മികത ഞങ്ങൾ കാണിച്ച ആർജവം മറ്റു പാർട്ടിക്കാർ കാണിച്ച വളരെ നന്നാവുമായിരുന്നു, ഒരു തർക്കം വേണ്ട. ഞങ്ങളൊന്ന് എന്തിനു നിന്നോ, കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ആക്കാനാണ്. ഇതെന്ത് അങ്ങനെയാണെങ്കിൽ വഴുതുകൾ അതേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരു ധാർമ്മികത പേരിൽ